വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി എനിക്ക് ധൈര്യമായിട്ട് വെൽക്കം ബാക്ക് പറയാം, കാരണം ഞാനിപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രൗഡ് ഓഫ് യു ദേവു. അപ്പം ഇന്ന് സൺഡേ വേറെ പരിപാടിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കാനുള്ളായിരുന്നു. അപ്പം അമ്മ ഒരു കല്യാണത്തിനായി, ചേച്ചിയും ചേട്ടനും ഒരു മരണ വീട്ടിൽ പോയി, അച്ഛൻ്റെ പണി നോക്കിപ്പോയി. അപ്പം ഞാൻ മാത്രമേ വീട്ടിൽ ഉള്ളൂ. അപ്പം ചേച്ചി വിളിച്ചിട്ട് ചേച്ചി വലിയമ്മേരെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഇങ്ങോട്ട് കുറ്റിയും പറിച്ച് വന്നു. ഇങ്ങ് വന്നപ്പോൾ അച്ഛന് വണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ വണ്ടി കൊണ്ടുകൊടുത്തപ്പോൾ അച്ഛന് ചായ വേണം. അപ്പോൾ ഞാൻ അച്ഛന് ചായ ഇട്ട് കൊടുത്തപ്പോൾ ചേട്ടൻ വിളിച്ചപ്പോൾ ചേട്ടൻ പിക്ക് ചെയ്യാൻ വരാം. അങ്ങനെ പിക്ക് ചെയ്യാൻ വന്ന് ഇപ്പം ഞാൻ വലിയമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് കുളിച്ച് ഏട്ടത്തിയുടെ ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ ഇടും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വലിയമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ, ചോറ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകണം. വൈകിട്ട് വേറൊരു പരിപാടിയുണ്ട്. പരിപാടിയല്ല, ഒരു ചേച്ചി ചേട്ടൻ പോയ മരണ വീട്ടിൽ എനിക്ക് വൈകിട്ട് പോകണം. അങ്ങനെയൊക്കെ. അപ്പം ലെറ്റ്സ് സീ മൈ സൺഡേ വ്ളോഗ്. എൻ്റെ അമ്മയുടെയും വലിയമ്മയുടെയും മെയിൻ പരിപാടിയാണ് നമ്മളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ വന്നപ്പോഴേ എനിക്ക് ഫുഡ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ഡയറ്റ്, ഫുഡ് കൺട്രോൾ ഇതൊന്നും നടക്കില്ല. ഫുഡ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ വലിയമ്മയ്ക്ക് വിഷമം വരും. സോ നമ്മൾ വേണ്ടാന്ന് പറയില്ല, വിഷമം അത് കഴിഞ്ഞിട്ട് പിന്നെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും നമ്മൾ. അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ TV കണ്ടിങ്ങനെ ചുമ്മാ ഇരുന്നു കുറേ നേരം. പിന്നെ അവിടെ പിള്ളേരുള്ളതുകൊണ്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അതെനിക്ക് ചിപ്സ്, ചക്കവറ്റൽ അങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവരുടെ സ്നാക്സിൽ നിന്ന് കുറച്ച് ചക്കവറ്റലൊക്കെ എടുത്ത് കഴിച്ച് ഉച്ചയായപ്പോഴത്തേനും നല്ല കപ്പയും ചൂട് ചോറും പിന്നെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ചിക്കനും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല പോലെ ഫുഡ് കഴിച്ചു. വലിയമ്മയുടെ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സ്പെഷ്യലാണ് വലിയമ്മയുടെ ഫുഡെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വലിയമ്മയുടെ ഫുഡ് അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങി നല്ല പോലെ. കാരണം എന്തോ ഫുഡ് വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ അളിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അളിയനും പോകുന്ന വഴിക്ക് എന്നെ അവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മയ്ക്ക് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട്, കാരണം അമ്മയ്ക്ക് ഇങ്ങനെ വലിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ഒക്കെ വരാറുണ്ട്. സോ ഞാൻ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ എടുത്തിട്ട് പതുക്കെ ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്തു ഗൈസ്. അങ്ങനെ എൻ്റെ സൺഡേ ഇവിടെ കൊണ്ട് ഇപ്പം തീരും. ഇതോടെ ഞാൻ പിന്നെ വ്ളോഗ് എടുക്കുന്ന കാര്യം വരെ മറന്നുപോയി. ഫുള്ള് വീട്ടിൽ പോയി കിടന്ന് ഉറക്കുമായിരുന്നു. പിന്നെ അവിടെ കൊച്ചുള്ളതുകൊണ്ട് ഫോൺ എടുക്കാനും പറ്റില്ല. എൻ്റെ ഫോൺ എടുക്കുമ്പോഴേ അവൻ പിടിച്ചു പോകാൻ ചെറിയും. അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലെത്തിയതും പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങി. പിന്നെ രാത്രിയാണ് ഞാൻ എണീക്കുന്നത്. വ്ളോഗിൻ്റെ കാര്യം മറന്നുപോയി. ഞാൻ വലിയമ്മയുടെ അടുത്തുനിന്ന് വന്നു. പിന്നെ വന്നിട്ട് ഞാനൊന്ന് കുളിച്ച് കിടന്നു. അപ്പോഴത്തേനും അമ്മ വന്നു. വൈകിട്ടൊരു സ്ഥലത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തു, നടന്നില്ല. വീണ്ടും അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങി. ഇപ്പം എണീറ്റ് ഞാൻ ഇങ്ങനെ അങ്ങ് ഇരിക്കുന്നു. ഇപ്പം സമയം ഒരു 8 മണി, 7:30, 8 മണിയൊക്കെ ആയിക്കൊണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഷോപ്പായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അത് ഞാൻ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.